സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പ്ലാന്റ് ബയോളജിയിലെ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ, എന്നിട്ട് ആൻസേഴ്സ് പറയൂ. വളരെ ഈസിയാണ്. Recording in progress. ആൻസേഴ്സ് പറയൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഒരാൾ മാത്രമാണല്ലോ കമന്റ് ചെയ്തിട്ടുള്ളത്. അനാട്ടമിയിൽ നമ്മൾ ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് ഒരുപാട് വർഷത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് ഇയർ ഗേറ്റിൽ നിന്ന് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് തന്നെ നിങ്ങൾക്ക് CUET-ക്കും ജാമിലും ഒക്കെ പ്രതീക്ഷിക്കാം. ആളുണ്ടല്ലോ, ഒരാൾ മാത്രമേ കമന്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആൻസേഴ്സ് വരട്ടെ. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്യൂ. വെറുതെ കേട്ടിരിക്കാനാണെങ്കിൽ അവർക്ക് ലെഫ്റ്റ് ആവാട്ടോ. ഓക്കെ, കുറച്ച് പേരൊക്കെ ബി ആണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. അതെ, ബി തന്നെയാണ് കറക്റ്റ് ഉത്തരം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തും ഉണ്ട്, എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തും ഉണ്ട്. അപ്പൊ ഈ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് എന്നുള്ള പ്രോസസ്സിൽ എന്ത് സംഭവിക്കും, നമ്മുടെ സ്റ്റീലിലുള്ള ടിഷ്യൂസ്, അതായത് സ്റ്റീലിലേക്ക് സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും അവിടുത്തെ വാസ്കുലാർ കാമ്പിയം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ എമൗണ്ട് കൂടി കൂടി വരുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റീലാർ റീജിയനിൽ നിന്ന് പുറത്തേക്ക് പോവും. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും, അങ്ങനെ പുറത്തേക്ക് അവർ പോകുന്ന സമയത്ത് കോർട്ടിക്കൽ റീജിയനിലുള്ള ചില സെല്ലുകൾ എന്ത് ചെയ്യും, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അറ്റൈൻ ചെയ്യും. കാരണം ഇവരിങ്ങനെ സ്റ്റീലാർ റീജിയനിൽ നിന്ന് ടിഷ്യൂസ് കൂടി കൂടി എൻഡോഡെർമിസ് ബ്രേക്ക് ആവും. അങ്ങനെ അവരെ ടിഷ്യൂസിന്റെ എമൗണ്ട് കൂടി കൂടി വരുന്ന സമയത്ത് കോർട്ടിക്കൽ ലെവലിലുള്ള കുറച്ച് സെൽസിന് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു ലെയർ ഓഫ് സെൽസ്, ഒരു ലെയർ ഓഫ് പാരൻകൈമ സെൽസ് എന്തായിട്ട് ആക്ട് ചെയ്യും, നമ്മുടെ ക്യാമ്പിയായിട്ട് ആക്ട് ചെയ്യും. അതിന് നമ്മൾ കോർക്ക് ക്യാമ്പിയം അല്ലെങ്കിൽ ഫെല്ലജൻ എന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് എന്ത് പറഞ്ഞു, ഫെല്ലജൻ കഴിഞ്ഞാൽ, ഫെല്ലജൻ ഒരു ക്യാമ്പിയാണ്. അപ്പൊ അതെന്ത് ചെയ്യും, പുറത്തേക്ക് ഒരു ടൈപ്പ് ടിഷ്യൂവിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഉള്ളിലേക്ക് മറ്റൊരു ടൈപ്പ് ടിഷ്യൂവിനെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. പുറത്തേക്ക് അവർ ടിഷ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂ ആണ് ഏത്, കോർക്ക് അഥവാ ഫെല്ലം എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെ വരിക, ഫെല്ലം, ഫെല്ലജൻ, ഫെല്ലോഡേം. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഫെല്ലം, ഫെല്ലജൻ, ഫെല്ലോഡേം എന്നുള്ള ഈ ഓർഡർ ഓർത്ത് വെക്കുക. ഓരോന്നും എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഒരുപാട് വട്ടം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഈവൻ CUET അങ്ങനെ എല്ലാ എക്സാമിനും, ഗേറ്റ്, ജാം, നമ്മുടെ ഈ ബോട്ടണി സബ്ജക്റ്റിന്റെ ഈവൻ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിന് വരെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ടേംസ് ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. പിന്നെ ഇവിടെ മറ്റൊരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഫെല്ലോയിഡ്സ് അല്ലെ. ഫെല്ലോയിഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഹാർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ഓക്കെ, ഹാർഡ് ആയിട്ട് മീൻസ് ഒരു കോർക്ക് പോലെ തന്നെ. കോർക്കിന് ആ ഒരു ഹാർഡ് ടിഷ്യൂ അല്ലെങ്കിൽ ഹാർഡ് സെൽ എന്ന് പേര് വരാൻ കാരണം കോർക്കില് എന്തിന്റെ ഡെപ്പോസിഷൻ ഉണ്ട്, ഷുഗറിന്റെ ഡെപ്പോസിഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹാർഡ് ടിഷ്യൂ അല്ലെങ്കിൽ കോർക്ക് എന്ന് പറയാൻ വേണ്ടി കാരണം. അതേസമയം ഫെല്ലോയിഡ്സിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, കോർക്ക് ലൈക്ക് സെൽസ് ആണ്. അതായത് കോർക്കിനെ പോലെ ഡെപ്പോസിഷൻസ് ഇല്ല, പക്ഷെ അവരെന്താണ്, തിൻ പാരൻകൈമാസ് അല്ല, കുറച്ച് തിക്ക് ആയിട്ടുള്ള സെൽസ് ആണ്. അതിനെയാണ് നമ്മൾ ഫെല്ലോയിഡ്സ് എന്ന് പറയുക. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ഈ ഫെല്ലം, ഫെല്ലജൻ, ഫെല്ലോഡേമിനെ ചേർത്ത് എന്ത് പറയും, പെരിഡേം എന്ന് പറയും. അത് ഓർത്ത് വെക്കണേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വായിച്ചു നോക്കൂ, എന്നിട്ട് ആൻസർ പറയൂ. ഓക്കെ, അറ്റംപ്റ്റ് ചെയ്യൂ. ആൻസേഴ്സ് വരട്ടെ. ഒരാള് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2. തെറ്റിക്കോട്ടെ, സാരമില്ല. ഓക്കെ, കുറച്ചു പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും ആൻസേഴ്സ് പറയൂ ട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് സി തന്നെയാണ് അല്ലെ. അപ്പൊ കാസ്പേരിയൻ സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്ലാന്റ്സിന്റെ കേസില് റൂട്ടില്, ഷൂട്ടല്ല റൂട്ടിലെ കേസില് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? റൂട്ടിന്റെ കോർട്ടെക്സിലേക്ക് കടക്കുന്ന അവിടെ നമുക്ക് എൻഡോഡെർമിസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എല്ലാ കേസിലും അതെ, റൂട്ടാണെങ്കിലും ഷൂട്ടാണെങ്കിലും സ്റ്റീലാ റീജിയനെയും കോർട്ടെക്സിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എൻഡോഡെർമിസ് എന്നുള്ള ലെയർ ആണ്. ഓക്കെ, അപ്പൊ ഈ റൂട്ടിന്റെ കേസിൽ ഈ എൻഡോഡെർമിസിൽ നമുക്ക് ചില തിക്കനിങ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ തിക്കനിങ് ആണ് എന്ത് പറയാ? കാസ്പേരിയൻ സ്ട്രിപ്സ് എന്ന് പറയാ. അപ്പൊ ഈ കാസ്പേരിയൻ സ്ട്രിപ്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? നമ്മള് അവിടെ വല്ല പാത്തോജൻ അറ്റാക്കോ അല്ലെങ്കിൽ വാട്ടറിന്റെ മൂവ്മെന്റോ കോൺസെൻട്രേഷൻ, നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യലിന്റെ ബേസിൽ വാട്ടറിന്റെ മൂവ്മെന്റ്, സിംപ്ലാസ്റ്റിക് അപ്പോപ്ലാസ്റ്റിക് മൂവ്മെന്റ് ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ മൂവ്മെന്റും കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യാന്, പാത്തോജനിക് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാന്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു സ്ട്രിപ്പാണ് ഈ കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ശരിക്ക് നമ്മള് ഈ വല്ല മുറിവൊക്കെ ആയാല് ബാൻഡേഡ് ഒട്ടിക്കില്ലേ, അതുപോലെയാണ് കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ത് ചെയ്യുക? എൻഡോഡെർമിസിൽ ലൈൻ ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റുക. സോ അവരെന്ത് ചെയ്യും? പാത്തോജനിക് അറ്റാക്കും അതുപോലെ തന്നെ മറ്റ് ന്യൂട്രിയൻസിന്റെ സെലക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് പറയൂ, ഓക്കെ ആണോ? നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്ത് പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ എന്റെയും ടൈം വെറുതെ ആവും. അപ്പോ നമുക്ക് എഫക്റ്റീവ് ആക്കണ്ടേ? ഓക്കെ, ഓക്കെ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്തോ. ബാക്കിയുള്ളവര് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ ചിലപ്പോ നിങ്ങൾക്ക് ഡയറക്റ്റ് പരിചയമില്ലാത്ത, ഇതാണ് ഈ പ്ലാൻ ബയോളജിയിലെ ചോദ്യങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന സാധനം അവര് നേരെ ചോദിക്കില്ല, വളഞ്ഞേ ചോദിക്കുള്ളൂ. ഒരാൾ മാത്രമാണല്ലോ റിപ്ലൈ ചെയ്ത്. സാരമില്ല, ഇത് കുറച്ച് ടഫ് ആണെങ്കിൽ തെറ്റിക്കോട്ടെ. ആൻസേഴ്സ് വരട്ടെ ബാക്കി. ഓക്കെ, ബാക്കിയുള്ളവര് കമന്റ് ചെയ്യൂ. ഇത് ഏറ്റവും ലാസ്റ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ഓക്കെ, ശിവാനി പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ നമ്പർ 1ന്റെ ഇത് എന്താന്ന് വെച്ചാല്, നമ്മള് ഫ്ലോയത്തിന്റെ കമ്പണൻസ് പറഞ്ഞ സമയത്ത് എന്തൊക്കെ പറഞ്ഞു? സീവ് സെൽസും ഉണ്ട്, അല്ലെങ്കിൽ സീവ് ട്യൂബും ഉണ്ട്, കമ്പാനിയൻ സെൽസും ഉണ്ട്. ഈ സീവ് ട്യൂബ് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി കമ്പാനിയൻ സെല്ലിന് ഡിപ്പെൻഡഡ് ആണ്. കാരണം എന്താ? കമ്പാനിയൻ സെൽസിനെ ന്യൂക്ലിയസ് ഉള്ളൂ. സീവ് ട്യൂബ് എന്ത് ചെയ്യും? അതിന്റെ ജീവിതം മൊത്തം ഫ്ലോയം ട്രാൻസ്പോർട്ടിന് വേണ്ടി ഒഴിഞ്ഞു വെക്കും അല്ലെ. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് ഏതിന്റെ കേസിലാണ്? ആൻജിയോസ്പേമിന്റെ കേസിലാണ്. ഓക്കെ, ആൻജിയോസ്പേമിന്റെ കേസിലാണ് സീവ് ട്യൂബും കമ്പാനിയൻ സെല്ലും വരുന്നത്. അതേസമയം ജിംനോസ്പേമിന്റെ കേസിൽ ഈ കമ്പാനിയൻ സെൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇല്ല. ഓക്കെ, ജിംനോസ്പേമിന്റെ കേസിൽ കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇല്ല. പകരം നമ്മൾ അവരെന്താ പറയുക? ആൽബുമിനസ് സെൽ എന്നാണ് പറയുക. ഓക്കെ, നമ്മുടെ കമ്പാനിയൻ സെൽസിന് പറയുന്ന മറ്റൊരു പേരാണ് ആൽബുമിനസ് സെൽ. ഈ ആൽബുമിനസ് സെല്ലിന് പറയുന്ന മറ്റൊരു പേരാണ് സ്ട്രാസ്ബർഗർ സെൽസ്. ഓക്കെ, സ്ട്രാസ്ബർഗർ സെൽസ് എന്നാണ് ഈ ആൽബുമിനസ് സെൽസിന് പറയുന്ന മറ്റൊരു പേര്. ഓക്കെ, അപ്പൊ ഇവര് പറയുന്ന എന്താ? കമ്പാനിയൻ സെൽസ് വിച്ച് ആർ ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ സീവ് ട്യൂബ് സെർവ് ആസ് സെയിം ഫംഗ്ഷൻ. അതായത് ഈ കമ്പാനിയൻ സെല്ലിന്റെ അനലോഗ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ അതേതാ? സ്ട്രാസ്ബർഗർ സെൽസ് ആണ്. ഓക്കെ, ഈ സ്ട്രാസ്ബർഗർ എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് സിലബസിൽ സയന്റിസ്റ്റും കോൺട്രിബ്യൂഷനും ഒക്കെ പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് ഓർത്ത് വെക്കേണ്ട ഒരു സയന്റിസ്റ്റ് ആണ് ഈ സ്ട്രാസ്ബർഗർ എന്ന് പറയുന്നത്. അയാളുടെ ഒരു അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനത്തോടെയാണ് നമ്മൾ സ്ട്രാസ്ബർഗർ സെൽ എന്നൊക്കെ പറഞ്ഞതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രാസ്ബർഗർ ആണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, മൈറ്റോസിസ്, അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്മോലൈസിസ്, പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ പ്ലാസ്മോലൈസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പഠിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? സ്ട്രാസ്ബർഗർ ആണ്. സോ സ്ട്രാസ്ബർഗറുടെ ഒരു അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനത്തോടെ സ്ട്രാസ്ബർഗർ സെൽ എന്ന് പറയും. അതാരാണ്? ആൽബുമിനസ് സെല്ലാണ്. ജിംനോസ്പെർമിലെ ആൽബുമിനസ് സെല്ല് ആൻജിയോസ്പെർമിലെ ആരുമായിട്ട് ഈക്വലന്റ് ആണ്? കമ്പാനിയൻ സെല്ലുമായിട്ട് ഈക്വലന്റ് ആണ്. ഓക്കെ, കമ്പാനിയൻ സെല്ലും സീവ് ട്യൂബും ഫ്ലോയത്തിന്റെ കമ്പണന്റ് ആണ്. അപ്പൊ നമ്മള് ജിംനോസ്പെർമിൽ എന്താ പറയാ? സീവ് ട്യൂബും ആൽബുമിനസ് സെല്ലോ സ്ട്രാസ്ബർഗർ സെൽ എന്നാണ് പറയാ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ബുള്ളിഫോം സെൽസ് ആണ്. ഓക്കെ, ബുള്ളിഫോം സെൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക മോണോകോട്ട് പ്ലാന്റിലാണ്. അതായത് മോണോകോട്ട് പ്ലാന്റ് നമ്മുടെ പുൽവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അവരുടെ ലീഫ് ഈ ചുരുങ്ങി പോവാൻ അല്ലെങ്കിൽ മടങ്ങി പോവാൻ കാരണമാവുന്നത് ഈ ബുള്ളിഫോം സെൽസ് ആണ്. ഓക്കെ, അവർക്ക് ആ ഒരു കേളി അപ്പിയറൻസ് ഒക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബുള്ളിഫോം സെൽസ് ആണ്. ഓക്കെ, മൂന്നാമത്തെ പിന്നെ നമുക്കറിയാലോ എന്താ? ഫെല്ലജൻ ആണ് അല്ലെ. ഫെല്ലജൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു കോർക്ക് ക്യാമ്പിയോ എന്ന് പറഞ്ഞു. പിന്നെ സെൽസ് ഓഫ് ബാൾസോപ്സാനിയോ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കസ്, ആ ഒരു ജിംനോസ്പം ഗ്രൂപ്പിൽ വരുന്ന ചില പ്ലാന്റ്സിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ബാൾസോപ്സാനിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്പാനിയൻ സെൽസിന് ജിംനോസ്പെർമിൽ പറയുന്ന പേര് ആലോചിക്കുക, ആൽബുമിനസ് സെല്ല്. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? സ്ട്രാസ്ബർഗർ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗം വായിച്ച ആൻസർ പറയൂ. അതെ, കുറെ പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഹെറ്ററോസൈറ്റ് എന്ന് പറയുന്ന സെല്ല് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഹെറ്ററോസിസ്റ്റ് എന്നല്ല നിങ്ങൾ എല്ലാവരും പ്രൊനൗൺസ് ചെയ്യാം. ശരിക്കും ആക്ച്വലി അതിന്റെ പ്രൊനൗൺസിയേഷൻ ഹെറ്ററോസൈറ്റ് എന്നാണ്. ഓക്കെ, ഹെറ്ററോസൈറ്റില് എത്രയാണ് നൈട്രജൻ ഫിക്സേഷന്റെ? അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. സിമ്പിൾ ആണ് അല്ലേ ക്വസ്റ്റ്യൻ? സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് വലുതായി തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു മാച്ച് ദ ഫോളോയിങ്ങും വിടരുത് കേട്ടോ. എക്സാമിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത്. ഗേറ്റ് 2023 2024 ഏതോ ഒന്നിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 24 ആണ്. IIC ബാംഗ്ലൂരിന്റെ ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആരെ ക്വസ്റ്റ്യൻ ആണെങ്കിലും പ്രശ്നമില്ല, നമ്മൾ അറ്റൻഡ് ചെയ്യും. ഓക്കെ, കുറെ പേരൊക്കെ എ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേര് സി പറഞ്ഞിട്ടുണ്ട്. എ ആണ് ആൻസർ അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഒറ്റ സാധനം വെച്ച് കണ്ടുപിടിക്കാം. ഏതാ സാധനം? ഞാൻ അറ്റാക്ടോ സ്റ്റീൽ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. നിങ്ങൾ ഏത് വെച്ചിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എ വെച്ചിട്ടാണോ P2 എന്നുള്ളത് വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? യു സ്റ്റീൽ. ഓക്കെ ഓക്കെ, യു സ്റ്റീൽ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ഞാൻ അറ്റാക്ടോ സ്റ്റീൽ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം അല്ലെ, സ്റ്റീൽ ഓർഗനൈസേഷന്റെ സമയത്ത് ബേസിക് സ്റ്റീൽ മുതൽ അഡ്വാൻസ്ഡ് സ്റ്റീൽ വരെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ബേസിക് സ്റ്റീൽ എന്ന് പറയുന്നത് ഏതാ? പ്രോട്ടോ സ്റ്റീൽ, അതിലെ ഹാപ്ലോ സ്റ്റീൽ ആണ് ബേസിക് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് R1 അല്ലെ, ഫസ്റ്റ് R1 എന്നുള്ളത് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ തന്നെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, എ ഓർ സി ആയി. അപ്പോഴേക്ക് ആൻസർ. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ പ്രോട്ടോ സ്റ്റീല് അതായത് പി എന്നുള്ള ഓപ്ഷൻ യു സ്റ്റീൽ വെച്ച് മാച്ച് ചെയ്യാം, അല്ലെങ്കിൽ എസ് എന്നുള്ള അറ്റാക്ടോ സ്റ്റീൽ എന്ത് വെച്ച് മാച്ച് ചെയ്യാം? 3 വെച്ചിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റാക്ടോ സ്റ്റീൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ മോണോകോട്ടിൽ കാണുന്ന റെയർ ടൈപ്പ് സ്റ്റീലാണ്. ഇപ്പൊ ഇവര് ഈ വർഷം, അതായത് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിനാണ് ഇവർ ഇങ്ങനെ ചോദിച്ചത്. ഇതിന് മുന്നേ ഇതില് സ്റ്റീൽ ആൻഡ് ഓർഗനൈസേഷനിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ന പ്ലാന്റിൽ, അതായത് എനിക്കൊന്ന് മോണോകോട്ടനെ മോണോകോട്ടിൽ കാണുന്ന സ്റ്റീൽ ഏതാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് അറ്റാക്ടോ സ്റ്റീലാണ്. പിന്നെ ചില സമയത്ത് നമ്മുടെ
പ്രോട്ടോ സ്റ്റീൽ തന്നെ ഒരുപാട് ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ടൈപ്പുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. യു സ്റ്റീൽ ചോദിക്കാറുണ്ട്. പിന്നെ ആംഫിഫോളിക് സൈഫണോ സ്റ്റീല്, അതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതെന്താ, സ്റ്റീൽ എന്താ, എങ്ങനെയാ കാണാനെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ മനസ്സിലായില്ലേ, ചിത്രം വെച്ചിട്ട് അവർക്ക് ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് അത് കാണാൻ, ഇതിന്റെ ഒരു അപ്പിയറൻസ് ഒന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യൂ. ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണേ. നിങ്ങൾ വായിക്കുന്നതിലാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ നിങ്ങൾക്ക് കിട്ടാത്തല്ല. ഓക്കെ, ആൻസേഴ്സ് പറയൂ. ചെറിയ ക്വസ്റ്റ്യൻ അല്ലേ? ആൻസേഴ്സ് പറയൂ. കൊറേ പേര് ഇപ്പോഴും മിണ്ടാത്തുണ്ടല്ലോ. എക്സാം ആവാനായേ. ഓക്കെ, ഓപ്ഷൻസ് പറയൂ. ഓക്കെ, കുറച്ചു പേരാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. അറിയാത്തോണ്ടാണോ? ഓക്കെ, അപ്പോ സെലാജിനെല്ലയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ ഇവിടെ ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, അവരെന്താ ചോദിച്ചത്? എമംഗ് ഫോളോയിങ് ടെറിഡോഫൈറ്റ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ എവല്യൂഷണറി ട്രെൻഡ് ഓഫ് സീഡ് ഡെവലപ്മെന്റ്. ഓക്കെ, സീഡ് ഡെവലപ്മെന്റ് ക്യാൻ ബി ബെസ്റ്റ് സീൻ ഇൻ. ഓക്കെ, അപ്പൊ ഈ സീഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട കാര്യം, അല്ലേ? കാരണം എന്താ, ടെറിഡോഫൈറ്റ് ആവുമ്പോഴേക്കും നമുക്ക് അറിയാം ഫസ്റ്റ് ലാൻഡ് വാസ്കുലർ പ്ലാന്റ്സ് ആണ്. അവർക്ക് എന്തുണ്ട്, വാസ്കുലർ ടിഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ അവര് സ്റ്റീലാർ ഓർഗനൈസേഷൻ കാണിക്കുന്നുണ്ട്. 2 ടൈപ്പ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അങ്ങനെയൊക്കെ നമുക്ക് അറിയാം, അല്ലെ? അപ്പോ ഇവരിവിടെ ചോദിച്ചത് എന്താ, സീഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു എവല്യൂഷണറി ട്രെൻഡ് നമ്മൾ ഇറക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും ആദ്യം സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്ട്രക്ചർ ഉള്ളത് ആർക്കാണ്, പിന്നീട് അങ്ങോട്ട് ഇവരിൽ നിന്ന് ഇങ്ങനെ ഗ്രൈഡ് ഉയർത്തി ഉയർത്തി വരികയാണെങ്കിൽ അതിൽ നമ്മൾ ആദ്യം കൊടുക്കുക ആർക്കാണ്? സെലാജിനലിലേക്കാണ്. ഓക്കെ, അപ്പൊ സെലാജിനലിന്റെ ആദ്യത്തെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് അന്ന് ക്ലാസ് എടുത്തപ്പോ ഹെറ്റിറോസ്പോറി കാണിക്കുന്ന 9 ജനേറ പഠിപ്പിച്ചിരുന്നു, അല്ലെ? ഹെറ്റിറോസ്പോറി എന്ന് പറയുന്നത് എന്താ, 2 ടൈപ്പ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, അല്ലെ? ആ 2 ടൈപ്പ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള 9 ജനേറകളാണ് ടെറിഡോഫൈറ്റ്സിൽ ഉള്ളത്. അപ്പൊ അതിൽ വരുന്ന ഒരു ജനേറയാണ് സെലാജിനെല്ല എന്ന് പറയുന്നത്. ഈ സെലാജിനെല്ലയുടെ കേസിൽ അവർക്ക് നമ്മൾ ഈ പൈനിനും അല്ലെങ്കിൽ നമ്മൾ ഈ സൈക്കസിനോ കാണുന്ന പോലെ ഒരു കോൺ ലൈക്ക് സ്ട്രക്ചർ ആണ് ഇവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അതെന്ത് നമുക്ക് തരും? സീഡ് ലൈക്ക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു സീഡിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ട്രക്ചർ ആണ് ആരയിലുള്ളത്? സെലാജിനെല്ലയിലുള്ളത്. ഓക്കെ, സോ സെലാജിനെല്ല ഓർത്ത് വെക്കുക. എന്താണ് എവല്യൂഷണറി ട്രെൻഡ് ബേസ് എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് സീഡ് ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ ആളാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഈ സെലാജിനെല്ല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഹെറ്ററോസ്പോറി കാണിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഇതിലുണ്ടല്ലോ, ഏതാ? ഐസോയിറ്റിസ്, അല്ലെ? ഐസോയിറ്റിസിന്റെ കേസ് പറയുന്ന സമയത്ത് അവർക്ക് കോൺ ലൈക്ക് സ്ട്രക്ചർ ഒന്നല്ല ഉള്ളത്. അവർക്ക് വേറൊരു സാക്ക് പോലെ, നമ്മൾ ഈ സ്പൊറാൻജി എന്ന് പറയുന്ന പോലെ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ഉള്ളത്. ഈ കോൺ ലൈക്ക് സ്ട്രക്ചർ വരുന്നത് സെലാജിനെല്ലയ്ക്കാണെന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് സീഡ് ഡെവലപ്മെന്റിന്റെ പ്രിമിറ്റീവ് ഗ്രൂപ്പായിട്ട് നമ്മൾ ഇവരെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ മറ്റു 2 ഗ്രൂപ്പുകൾ ഏതൊക്കെയാ? ലൈക്കോപോഡിയും പിന്നെ റൈനിയാണ്. ഓക്കെ, അപ്പൊ ഈ ലൈക്കോപോഡി എന്ന് പറയുന്നതും ഒരു പ്രിമിറ്റീവ് ഗ്രൂപ്പാണ്. റൈനിയ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫോസിൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, റൈനിയ എന്ന് പറയുന്നത് ഒരു ഫോസിൽ ഗ്രൂപ്പാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022 ഗേറ്റ് ആണ്. ഞാൻ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് കൂടുതൽ ഇടാൻ കാരണം, ഗേറ്റിന്റെ ലെവലിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് CUET അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് വായിച്ചിട്ട് പറയൂ. ആൻസേഴ്സ് വരട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അപ്പൊ കുറെ പേര് ബി പറഞ്ഞിട്ടുണ്ട്. ബി തന്നെയാണ് ആൻസർ അല്ലെ? നമ്മൾ ബേസ് ആയിട്ട് ആദ്യം പഠിക്കുന്ന ഒരു സാധന, ചെടികൾ എല്ലാ കാലത്തും വളരും, ആനിമൽസ് വളരില്ല അല്ലെ? ആനിമൽസിന് ഒരു പീരീഡ് വരെ വളരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ ചെടികൾക്ക് ഈ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഈ ഗ്രോത്ത് കാണിക്കാനുള്ള കഴിവ് എവിടുന്നാ കിട്ടുന്നത്? അവരുടെ ബോഡിയിൽ എല്ലാ കാലത്തും ഡിവിഷൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ആ സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് മെരിസ്റ്റംസ് അല്ലെ? നമ്മൾ അങ്ങനെയാണ് തുടങ്ങിയത്, അനാട്ടമി തുടങ്ങിയത്. സോ മെരിസ്റ്റംസ് ആണ് ആ ഓൾ ടൈം ഡിവൈഡിങ് പ്രോപ്പർട്ടി ഉള്ള ഡെൻസ് പ്രോട്ടോപ്ലാസം ഉള്ള തിൻ സെൽ വാൾ ഉള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് ഏതാണ്? മെരിസ്റ്റംസ് ആണ്. ബാക്കിയെല്ലാം ഇപ്പം പാരൻകൈമീസ് ക്ലിയറൻകൈമി ആണെങ്കിൽ നമ്മൾ ടിഷ്യൂ സിസ്റ്റത്തിൽ പഠിച്ചതാണ്. ട്രക്കീഡും വെസലൊക്കെ പിന്നെ നമ്മൾ എവിടെയാണ് പഠിച്ചത്? വാസ്കുലർ ടിഷ്യൂസിന്റെ കേസിലാണ് പഠിച്ചത് അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 ഗേറ്റ്. ഞാൻ അറ്റംപ്റ്റ് ചെയ്ത എക്സാം ആണ്. ഓക്കെ, ആൻസേഴ്സ് വരട്ടെ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. കമന്റ് ഇടുന്നവർക്ക് മാത്രം മതിയോ എക്സാം ക്വാളിഫൈ ചെയ്ത്? നമുക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യണ്ടേ? ഓക്കെ, സി ആണ് കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സി ആണ് ആൻസർ അല്ലേ? നമ്മള് എക്സാർക്ക് എൻഡാർക്ക് സൈലം എന്ന് പറയും. അതായത് നമ്മള് സൈലത്തിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് നമ്മുടെ പിത്തിനോട് നേരെയാണ്, അതായത് ഏറ്റവും ഇന്നർ ലെയർ ആണ്, ഏറ്റവും ഇന്നർ സെൽസ് ആണ് എന്ത്? പിത്ത് എന്ന് പറയുന്നത്. അപ്പൊ പിത്തിന് നേരെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എൻഡാർക്ക് സൈലം എന്നും, അല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റീല റീജിയനിൽ സൈലവും ഫ്ലോയും ഓറിയന്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതിൽ സൈലം ഓറിയന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനു പറയും? എക്സാർക്ക് സൈലം എന്ന് പറയും. ഡൈക്കോട്ട് റൂട്ടിലാണ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുക? എക്സാർക്ക് സൈലം. പൊതുവെ റൂട്ടിലാണ് എന്ത് കാണാൻ വേണ്ടി പറ്റുക? എക്സാർക്ക് സൈലം കാണാൻ വേണ്ടി പറ്റുക. എൻഡാർക്ക് സൈലം സ്റ്റെമ്മിലുമാണ് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ നമ്മൾ അവര് സെക്കൻഡറി ഗ്രോത്ത് പറഞ്ഞ സമയത്ത് റൂട്ടിന്റെ കേസിൽ എന്ത് പറഞ്ഞിരുന്നു? അവർക്കൊരു വേവി ക്യാമ്പിയമാണ് ഫോം ചെയ്യാന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ സ്റ്റെമ്മിന്റെ കേസിൽ കംപ്ലീറ്റ് ക്യാമ്പിയൽ റിംഗ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, സോ അതും കൂടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. ഡി ആണ് അല്ലെ? കാരണം എന്താ? വാസ്കുലർ ടിഷ്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് വാസ്കുലർ ടിഷ്യൂ വരാൻ തുടങ്ങിയത് തന്നെ ആരിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട്? ടെറിഡോഫൈറ്റ് എന്നാണ് സ്റ്റാർട്ട്. പക്ഷെ അവര് വുഡി ആണോ? അല്ല. കാരണം നമ്മൾ വുഡി പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ജിംനോസ്പേം തൊട്ടാണ്. ഓക്കെ, വുഡി പ്ലാന്റ്സ് എന്ന് പറയുന്നത് ജിംനോസ്പേം ആണ്. അതേസമയം വാസ്കുലർ ടിഷ്യൂസ് ആദ്യം വരുന്നത് നമ്മുടെ ഫേൺ അല്ലെങ്കിൽ നമ്മുടെ ടെറിഡോഫൈറ്റിൽ നിന്നാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? പിന്നെ മോസ് എന്താണെന്ന് അറിയില്ലേ? പ്രയോഫൈറ്റ് ആണ്. ഓക്കും പൈനും ജിംനോസ്പേം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാള് മാത്രമേ ആൻസർ ചെയ്തുള്ളൂല്ലോ. ഇത് സത്യം പറഞ്ഞ പ്ലാൻ ബയോളജി നമുക്ക് പ്യുവർലി പറയാൻ പറ്റില്ല, ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സ്കോറ് കമീറ്റ് എന്നൊക്കെ കണ്ടപ്പോ ഞാൻ അങ്ങ് എടുത്തിട്ടതാണ്. ഓക്കെ, ആൻസേഴ്സ് വരട്ടെ. എത്തിക്കോട്ടെ, കുഴപ്പമില്ല. ആൻസേഴ്സ് വരട്ടെ. ഒരാള് മാത്രമേ കമന്റ് ചെയ്തിട്ടുള്ളൂ. ആൻസേഴ്സ് പറയൂ. ഇവിടെ തെറ്റിന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിനിങ് കിട്ടില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം, അതാണ് നമുക്ക് വേണ്ടത്. അറ്റംപ്റ്റ് ചെയ്യാനുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കഷൻ വെക്കുന്നത്. എന്റെ വ്യൂവിൽ അതിനാണ് ഞാൻ ഡിസ്കഷൻ വെക്കുന്നത്. അല്ല, നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ കേട്ട് പോയിട്ട് ഒരു കാര്യമില്ല മക്കളെ, കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് തന്നെ നോക്കുക. തെറ്റിയാൽ കുഴപ്പമില്ല.
നിങ്ങൾ എല്ലാ ഡിസ്കഷനുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന വേർഡിൽ ഒന്ന് എഴുതി വെച്ച് അതിന്റെ ആൻസർ വൺ വേർഡ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സാമിന്റെ തലേന്ന് ഇതൊന്ന് ജസ്റ്റ് മറച്ചു നോക്കുക. അല്ലാതെ നമ്മളിത് കേട്ട് പോയിട്ട് കാര്യമൊന്നുമില്ലേ, മറന്നു പോകും, എന്തായാലും മറന്നു പോകും, മനുഷ്യരല്ലേ. അതുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ തെറ്റിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഞാൻ അന്ന് തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കുറച്ച് പേരെ കമന്റ് ചെയ്തിട്ടുള്ളൂ. ആൻസർ എ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുവെ മൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താ, ഇക്വേഷണൽ ഡിവിഷൻ ആണ്. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് മിയോസിസ്. അപ്പോൾ ഈ സ്പോറുകളുടെ കേസിൽ സ്പോർസ് നമ്മൾ മില്യൺസ് ഓഫ് സ്പോർസ് ആണ് പ്ലാന്റിൽ പറയാറുള്ളത് അല്ലേ. അപ്പൊ ഈ മില്യൺസ് ഓഫ് സ്പോർസിന് എല്ലാത്തിനും ഈക്വൽ പ്ലോയിഡി ആണ്. അതായത് അവർക്ക് അവിടെ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടല്ല സ്പോർ ഫോം ചെയ്യുന്നത്. നമ്മളെ സ്പോറോഫൈറ്റിക് ബോഡി എന്താണോ ആ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് പ്ലാന്റിന്റെ കേസിൽ സ്പോർ എന്ന് പറയുന്നത്. അതായത് ഒരു ചെടി വളരുന്നു, ആ ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറാണ് എന്ത്, അതിന്റെ ആ ഒരു അതേ പ്ലോയിഡി ആണ് ആ സ്പോറിന് ഉണ്ടായിരിക്കുക. സോ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാ, മൈറ്റോസിസ് വഴിയും ഗമീറ്റ്സ് മിയോസിസ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഗമീറ്റ്സ് പിന്നീട് റാൻഡമായി മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് കോപ്പീസ് ഉണ്ടാവുന്ന കേസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഈ സ്പോറിന് ഡിവിഷൻ നടന്നിട്ട്, റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് 4 അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പൊതുവെ 4 ഗമീറ്റ് ഉണ്ടാവും എന്നല്ലേ പറയാ. ഒരു മദർ സെല്ല് ഡിവൈഡ് ചെയ്താൽ 4 ഗമീറ്റ് ഉണ്ടാവും എന്നാണ് പറയാ. സോ ഒരു സ്പോർ സെല്ല് ഡിവൈഡ് ചെയ്താൽ 4 ഗമീറ്റ്സ് ഉണ്ടാവും. ആ 4 ഗമീറ്റ്സ് പിന്നീട് അങ്ങോട്ട് ഫ്യൂഷൻ നടത്തി അടുത്ത ജനറേഷൻ ആവുക ചെയ്യുക. നമ്മൾ ഒരിക്കലും ഗമീറ്റ്സിന് പിന്നീട് മൈറ്റോസ് നടക്കുന്ന കേസ് പഠിച്ചിട്ടില്ല. ഇതൊരു ജസ്റ്റ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ കണ്ടപ്പോ ആഡ് ചെയ്തതാണ്. ഓർത്ത് വയ്ക്കുക, എങ്ങനെയാണ് സ്പോറിന് മൈറ്റോസിസ് ആണ് നടക്കുക, അതേസമയം നമ്മുടെ ഗമീറ്റ് ഫോർമേഷൻ മിയോസിസ് ആണ്. പക്ഷെ ഗമീറ്റിൽ പിന്നീട് നമുക്ക് മൈറ്റോസിസ് നടക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, വേഗം ആൻസർ ചെയ്യൂ. നമുക്ക് കുറച്ചുകൂടെ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആണ്, ഇത് നമുക്ക് വേഗം വേഗം ചെയ്തു പോയാൽ അത് വേഗം നോക്കാം. ഓക്കെ, ആൻസേഴ്സ് വരട്ടെ. 2 ആളാണല്ലോ കമന്റ് ചെയ്ത്, ബാക്കി വരട്ടെ. ഓക്കെ, ബാക്കി എല്ലാവരും എന്താ ആൻസർ ചെയ്യാത്തെ? 3 ആൻസേഴ്സേ വന്നിട്ടുള്ളൂ. ഇവിടെ 14 പേരില്ലേ, അല്ല 12 പേരുണ്ട് എന്നെ കൂടെ വിളിച്ചിട്ട്. ആൻസർ വരുന്നത് ബി തന്നെയാണ് അല്ലെ. എന്താ, പ്രൈമറി മെരിസ്റ്റംസ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈമറി മെരിസ്റ്റംസ് ഫോം ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴാ പറയാ, എംബ്രിയോജെൻസിന്റെ സമയത്ത്. എംബ്രിയോ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് പ്രൈമറി മെരിസ്റ്റം കാണാൻ വേണ്ടി പറ്റുക. അത് കഴിഞ്ഞിട്ട് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് മെച്ചുവേർഡ് ആയി കഴിയുമ്പോൾ, സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് ഗ്രോത്ത് നന്നായി കാണിക്കേണ്ട ഫേസ് വരുമ്പോൾ, സെക്ഷൽ മെച്യൂരിറ്റി അല്ല, ഗ്രോത്ത് നന്നായിട്ട് അറ്റൈൻ ചെയ്യേണ്ട ഫേസിലാണ് നമുക്ക് സെക്കൻഡറി ഗ്രോത്ത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, എല്ലാവരും അറ്റൻഡ് ചെയ്യൂ. വെജിറ്റേറ്റീവ് ഫേസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫേസ് ആണ്. അതായത് നമ്മളൊരു പ്ലാൻ ബോഡീന്റെ കേസ് പറയുന്ന സമയത്ത് ആ പ്ലാൻ ബോഡി എംബ്രിയോ എന്നുള്ള സ്റ്റേജിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത്, നമ്മൾ പറയില്ലേ ചെടി മുളച്ച് വിത്ത് പൊട്ടി മുളച്ചു വരുന്ന സ്റ്റേജ് ആണ് അതിന്റെ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഈ വെജിറ്റേറ്റീവ് ഫേസ് തന്നെ യങ്ങും ഉണ്ട് അഡൾട്ടും ഉണ്ട്. ഈ അഡൾട്ട് ഫേസിലാണ് ഗ്രോത്ത് കാണിക്കുക അവര്. ഓക്കെ, അപ്പൊ വെജിറ്റേറ്റീവ് ഫേസിന്റെ ഒരു എൻഡ് ഫേസ് തന്നെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ ഗ്രോത്ത് കാണിക്കുന്ന ഫേസ് എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് ഫേസിന്റെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെറിയ മക്കളെ പോലെ തന്നെ ആയിരിക്കും പ്ലാന്റും. അതായത് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാത്തിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്ത് ഡെവലപ്മെന്റ് നടത്തും. അത് കഴിഞ്ഞ് ഒരു പീരീഡ് കഴിഞ്ഞാൽ അവർ ഗ്രോത്ത് കാണിക്കാൻ വേണ്ടി തുടങ്ങും. അതാണ് വെജിറ്റേറ്റീവ് അഡൾട്ട് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ,
പ്രോമെരിസ്റ്റം കാണുക എംബ്രിയോ ഡെവലപ്മെന്റിന്റെ സമയത്താണ്. ഓക്കെ, പ്രോമെരിസ്റ്റം മീൻസ് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫേസ്. നമ്മൾ പ്രൈമറി മെരിസ്റ്റം, പ്രോമെരിസ്റ്റം, പ്രൈമറി മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയാം. അപ്പൊ ഈ പ്രൈമറി മെരിസ്റ്റത്തിന് തൊട്ട് മുന്നേ, അതായത് എംബ്രിയോ ഡെവലപ്മെന്റിലേക്ക് കടക്കുമ്പോൾ, അപ്പൊ അതിന് നമ്മൾ പൊതുവെ പ്രോമെരിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി പറയാറ്, ഈ നിങ്ങൾ മെയ്സിന്റെ ഒക്കെ കേസ് പഠിച്ചിട്ടില്ലേ, പ്ലിമ്യൂള്, റാഡിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഒക്കെ വച്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കോളിയോപ്റ്റൈൽ, കോളിയോറൈസ. അപ്പൊ ഈ കോളിയോപ്റ്റൈലിന്റെയും കോളിയോറൈസേന്റെയും ഡെവലപ്മെന്റിന്റെ സമയത്താണ് നമ്മൾ അതിനെ പ്രോമെരിസ്റ്റം എന്ന് പറയാറ്. പ്രോമെരിസ്റ്റം എന്നുള്ള സ്റ്റേജ് പറയുന്നത് കോളിയോപ്റ്റൈൽ ആൻഡ് കോളിയോറൈസ ഡെവലപ്മെന്റിന്റെ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് ഈ പ്രോമെരിസ്റ്റം പിന്നീട് എന്തായിട്ട് മാറും? പ്രൈമറി മെരിസ്റ്റം ആയിട്ട് മാറും. ഓക്കെ, പ്രോമെരിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആ ഏർലി പീരിയഡ്, ഈ പ്രോമെരിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു, അതായത് പ്രോമെരിസ്റ്റം വഴി ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് സെല്ലുകൾ, അതായത് ആ എംബ്രിയോയിൽ നിന്ന് ഷൂട്ടും റൂട്ടും ആവണം എന്നുള്ള റീജിയനിലുള്ള കുറച്ച് സെൽസിന് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കിട്ടും. അപ്പൊ നമ്മൾ അവരെ പ്രോമെരിസ്റ്റ് എന്ന് പറയും. ഇനി അവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സെൽസ് ഭാവിയിൽ മെരിസ്റ്റമാറ്റിക് ആവുന്ന സമയത്ത് നമ്മൾ അവരെ എന്ത് പറയും? പ്രൈമറി മെരിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണ് സീക്വൻസ് വരുന്നത്, പ്രോ, പ്രൈമറി, സെക്കൻഡറി. പ്രോമെരിസ്റ്റം അല്ല, പ്ലിമ്യൂൾ ആൻഡ് റാഡിക്കലിൽ നമുക്ക് പ്രോമെരിസ്റ്റ് ആക്ടിവിറ്റി കാണിക്കുന്ന സെല്ലിനെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരിക്കലും നമ്മൾ ഈ സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് എന്താ? ഷൂട്ടും റൂട്ടും മെരിസ്റ്റം അല്ലല്ലോ. ഐ മീൻ ഷൂട്ടും റൂട്ടും ഫുള്ളി മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഷൂട്ടിന്റെ റൂട്ടിന്റെ ടിപ്പിലുള്ള കുറച്ച് സെൽസിന് എന്തിനുള്ള കഴിവുണ്ട്? മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കാണിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവർ ഷൂട്ട് അപ്പിക്കൽ എന്നും റൂട്ട് അപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ എംബ്രിയോണിക് സ്റ്റേജിൽ ഈ ഷൂട്ട് അപ്പിക്കലിനും റൂട്ട് അപ്പിക്കലിനും മുന്നേ വന്ന, അതായത് അവരുടെ പാരന്റ്സ് എന്ന് പറയുന്ന പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? പ്ലിമ്യൂളും റാഡിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലിമ്യൂൾ റാഡിക്കിളിലുള്ള ചില സെൽസിന് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കിട്ടുമ്പോൾ നമ്മൾ അതിനെ പ്രോമെരിസ്റ്റ് എന്ന് പറയും. പിന്നീട് അത് പ്രൈമറി മെരിസ്റ്റ് ആയിട്ട് അവർ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു കൂടുതൽ നമ്പർ ഓഫ് സെൽസ് എന്ത് ചെയ്യും? മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കാണിച്ചിട്ട് ഒരു വലിയ രീതിയിലുള്ള ഡിവിഷൻസ് നടത്തി ഒരുപാട് പാരൻകൈമയും അങ്ങനത്തെ സെൽസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. വാസ്കുലർ ടിഷ്യൂ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പ്രൈമറി മെരിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ വളർന്ന് കാണുന്ന പ്ലാന്റിന്റെ സ്ട്രക്ചറിലേക്ക് എത്തിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് പ്ലാന്റ് ബയോളജി ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ ബയോളജി ആണ്. ഫോട്ടോ ബയോളജി ഇമ്പോർട്ടന്റ് ആണ്, പ്ലാന്റ് ബയോളജി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെന്താ, ഇത് സിമ്പിൾ അല്ലേ? സ്കാറ്റേർഡ് ആയിട്ടുള്ള അതായത് നമ്മൾ മോണോകോട്ട് സെക്ഷൻ ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ, ബോട്ടണിക്കാരൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവും, കൊളക്കേഷ്യയുടെ റൂട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെ അത് തിരിച്ചറിയാം മൈക്രോസ്കോപ്പോടെ നോക്കിയിട്ട്? സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന രീതിയിൽ വാസ്കുലർ ബണ്ടിൽസ് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? മോണോകോട്ടിന്റെ കണ്ടീഷൻ ആണെന്ന് പറയും. അതേസമയം വളരെ റെഗുലർ മാനറിൽ നമുക്കൊരു എന്താ പറയാ, പ്ലേറ്റ്സ് പോലെ കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡൈക്കോട്ട് എന്നാണ് പറയാറ്. അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറ്. ഇവര് ക്ലോസ്ഡ് ആൻഡ് സ്കാറ്റേർഡ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽ നമുക്ക് സ്റ്റീലർ റീജിയനിൽ കാണാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ ഫീച്ചർ, മോണോകോട്ടിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following plant has rhizophore? ആൻസേഴ്സ് വരട്ടെ. ഇത് വായിക്കാൻ അധികം നേരം വേണമെന്ന് പറയാൻ പറ്റില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുറച്ച് പേര് 2 പറയുന്നുണ്ട്, കുറച്ച് പേര് 1 പറയുന്നുണ്ട്. ആൻസർ സെലാജിനല്ലയാണ് അല്ലേ? നിങ്ങൾ കുറച്ച് പേര് മാർസീലിയ പറയാൻ കാരണം മാർസീലിയയിൽ റൈസോഫോർ അല്ലേ ഉള്ളത്, റൈസോം ആണുള്ളത്. ഓക്കെ, റൈസോം എന്നുള്ള സ്ട്രക്ചർ ആണ് മാർസീലിയയിൽ ഉള്ളത്. അതേസമയം സെലാജിനല്ലയിലാണ് റൈസോഫോർ എന്നുള്ള സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റുക. ഈ റൈസോഫോർ എന്ന് പറഞ്ഞാൽ ഈ സെലാജിനല്ല വളരെ ചെറിയ ലീഫുകളുള്ള ഒരു ഫേൺ ആണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ടിപ്പ്, അതായത് ഇതിന്റെ ലീഫിന്റെ ടിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ചെറിയ ലീഫുകൾ
അറേഞ്ച് ചെയ്ത് ലാസ്റ്റ് അവർ ഡ്രൂപ്പ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒന്ന് കേൾ ചെയ്ത് ഡ്രൂപ്പ് ചെയ്ത് വാടി നിൽക്കുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത്തരത്തിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൈസോഫോഴ്സ് എന്ന് പറയുക. ഓക്കെ, റൈസോഫോഴ്സ് എന്ന് പറയുന്നത് എന്തിലാണ് കാണുക? സെലാജിനല്ലയിലാണ് കാണുക. സെലാജിനല്ലയിലെ ലീഫിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് റൈസോഫോർ എന്ന് പറയുന്നത്. അതെങ്ങനെ കാണുക? റൈസോഫോർ എന്ന് പറയുന്നത് ലീഫ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കെയിലി ലീവ്സ് ആണ്, സ്കെയിലി സ്മോൾ ലീവ്സ് ആണ് സെലാജിനല്ലയിൽ കാണുക. അപ്പൊ ഈ ലീഫിന്റെ എൻഡ് നമുക്ക് കേൾ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ റൈസോഫോർ സെലാജിനല്ല എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇക്വിസിറ്റം എന്ന് പറയുന്നത് നമ്മൾ ഗോൾഡിന്റെ പ്രസൻസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാംബു ലൈക്ക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫേൺ ആണ് ഇത് ഇക്വിസിറ്റം എന്ന് പറയുന്നത്. പിന്നെ റൈനിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, അതൊരു ഫോസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസേഴ്സ് പറയൂ. രണ്ടാളാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാൻസർ വരുന്നത് ഒന്നാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല് പൊതുവെ ബ്രയോഫൈറ്റിന്റെ കേസിൽ ഗാമറ്റോഫൈറ്റോ സ്പോറോഫൈറ്റോ ഫ്രീ ലിവിങ് ആയിട്ട് കാണുന്നില്ല. അതാണ് ഈ ക്വസ്റ്റ്യനുള്ള കുഴപ്പം. പക്ഷെ ഇവര് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഹയർ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മോസസ് വരുന്ന ഫ്യൂണേറി ഒക്കെ വരുന്ന ഗ്രൂപ്പാണ്. അപ്പൊ ഈ ഫ്യൂണേറിയയുടെ കേസിലൊക്കെ പ്രോട്ടോണീമ എന്നുള്ളൊരു സ്റ്റേജ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫ്യൂണേറിയാണ് ഹയർ അല്ലെങ്കിൽ ഒരു കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ കേസിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? പ്രോട്ടോണീമ എന്നുള്ള സ്റ്റേജ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പ്രോട്ടോണീമ സ്റ്റേജ് ചില കേസുകളിൽ ഫ്രീ ലിവിങ് ആയി കാണാറുണ്ട്, ചില സ്പീഷീസിൽ ഫ്രീ ലിവിങ് ആയിട്ട് കാണാറുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഗാമറ്റോഫൈറ്റിക് ഫേസ് ആണ് ഫ്രീ എന്ന് കാണാൻ പറ്റുന്നത്. ആ രീതിയിലാണ് ഇവർ കീ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ബ്രയോഫൈറ്റിന്റെ കേസിൽ ഫ്രീ ലിവിങ് ആയിട്ട് അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. ഓക്കെ, ഇനി ടെറിഡോഫൈറ്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോതാലസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളത് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഫോട്ടോബയോളജിയിൽ. ഓക്കെ, ഇത് ഇൻട്രസ്റ്റിംഗ് അല്ല എന്നല്ല കേട്ടോ, ഇത് കുറച്ച് തിയറി അല്ലേ. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. സെക്ഷൽ സ്റ്റേജ് ഇല്ലാത്ത ഫഞ്ച ഏതാ? അസെക്ഷൽ ഫഞ്ച അല്ലെങ്കിൽ ഫഞ്ച ഇംപെർഫെക്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതാ? യെസ്, ഡ്യൂട്രോമൈസിറ്റ്സ് ആണ് അല്ലെ. ഡ്യൂട്രോമൈസിറ്റ്സിനാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? സെക്ഷൽ സ്റ്റേജ് കാണാനില്ല എന്ന് പറയാറുള്ളത്. ഓക്കെ, ഫഞ്ച ഇംപെർഫെക്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇനി എങ്ങാനും അതിൽ സെക്ഷൽ സ്റ്റേജ് കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ വേറെ ഗ്രൂപ്പുകളിലേക്ക് മാറ്റാറാണ് പതിവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളെ പ്ലാൻ ബയോളജിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേഗം നോക്കിയിട്ട് പറയൂ. ഇതിലൊരൊറ്റ സാധനം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻസേഴ്സ് വരട്ടെ. 2 ആളെ കമന്റ് ചെയ്തിട്ടുള്ളല്ലോ. ഫഞ്ച് സ്ഥിരം ചോദിക്കുന്നതാണ്. സോ ആൻസർ വരുന്നത് സി ആണ്. ഓക്കെ, സി എന്താ വരാൻ കാരണം എന്താ? ഞാൻ പറഞ്ഞ ഒറ്റൊരു പോയിന്റ് മതി നമുക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ. ആ പോയിന്റ്, സ്പോർസ് ആർ എൻഡോജീനിയസ് ഇൻ നേച്ചർ.
അല്ലെ? ബസീഡിയോമൈസിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫഞ്ചൈ അല്ലെങ്കിൽ നമ്മൾ കൂൺ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് വരുന്ന ആൾക്കാരാണ് എന്ത് ബസീഡിയോമൈസിറ്റ്സ് അല്ലെങ്കിൽ ബസീഡിയോമൈക്കോട്ടീന എന്ന് പറയുന്നത്. ഈ ബസീഡിയോമൈക്കോട്ടീനയുടെ പ്രത്യേകത അവരുടെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബസീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. അതിനൊരു ക്ലബ് ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവർ എന്ത് പറയും? ക്ലബ് ഫഞ്ചൈ എന്ന് പറയും. അപ്പൊ ഈ ക്ലബ് ഫഞ്ചൈക്ക് ഈ ക്ലബ് ഷേപ്ഡ് ആയിട്ടുള്ള സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചറിൽ നിന്ന് പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? സ്പോർ എക്സ്പോസ് ചെയ്യുന്നത്, അല്ലാതെ ഉള്ളിലേക്കല്ല. സോ എൻഡോജീനിയസ് സ്പോർസ് അല്ല, എക്സോജീനിയസ് ആണ്. അപ്പൊ തന്നെ നമുക്ക് സി ഓപ്ഷൻ തെറ്റാണെന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് എത്താം, അല്ലെങ്കിൽ തേർഡ് ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി മറ്റു ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് സ്പെഷ്യലൈസ്ഡ് സെക്സ് ഓർഗൻസ് ഒന്നും ഇല്ല, കാരണം അവരും ഈ സ്പോർ പ്രൊഡ്യൂസിങ് ആണ് അവരുടെ മെയിൻ. അത് ആക്ച്വലി നമ്മൾ ഈ സ്പോർ പ്രൊഡ്യൂസ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിലാണ് അവർക്ക് ഇങ്ങനെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റീപ്രൊഡക്ഷൻ വരുന്നത്. സെക്ഷൽ സ്റ്റേജസ് ഇവരെ കേസിൽ കുറവാണ്, കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ വലിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെക്കാനിസം ഒന്നും ആർക്കില്ല, ബസീഡിയോമൈസിറ്റ്സിന് ഇല്ല. പിന്നെ ഇവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് നിങ്ങൾ പണ്ട് പക്സീനിയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ ലാബില്. പക്സീനിയൊക്കെ സ്ഥിരം എല്ലാ ലാബിലും ചെയ്യിക്കുന്നതാണ്. അപ്പൊ പക്സീനി ചെയ്യിച്ച സമയത്ത് യൂറിഡോസ്പോർ, ടെല്യൂട്ടോസ്പോർ, അങ്ങനെ കുറെ സ്പോറുകൾ പഠിച്ചിട്ടില്ലേ? കുറെ ടൈപ്പുകൾ, ഒരു 5 ടൈപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ 5 ടൈപ്പ് സ്പോർ എന്ന് പറയുന്നത് എന്താ? ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഫഞ്ചൈന്റെ ലൈഫ് സ്റ്റേജിൽ വരുന്ന 5 ടൈപ്പ് സ്പോറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് ഫഞ്ചൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആണ്. പിന്നെ ഡൈകാരിയോട്ടിക് സെൽ സ്റ്റേജ് കാണാൻ വേണ്ടി പറ്റും. ക്ലാം കണക്ഷൻസും ഉണ്ട് അല്ലെ? ക്ലാം കണക്ഷൻസ്, ഡൈകാരിയോട്ടിക് ഫേസ്, ഡോളിപോസെപ്റ്റിക് ബസീഡിയോമൈസിറ്റ്സിന്റെ ഫീച്ചർ ആണ്. ഓക്കെ, ഇപ്പൊ പ്ലാൻ ബയോളജി ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓവറോൾ ഒന്ന് നോക്കുക, ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഫോട്ടോ ബയോളജി ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. എല്ലാവരും ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ നോക്കിയിട്ടതാണ്. ആൻസർ പറയൂ. എല്ലാവരും ഉഷാറായിട്ട് ആൻസർ പറഞ്ഞേ. ഇത് ആൻസർ പറഞ്ഞിട്ടില്ലേ ഫോട്ടോ ബയോളജി നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അതെ, ആക്റ്റീവ് ഫോം ഓഫ് ഫൈറ്റോക്രോം ഏതാ? PFR ആണ് അല്ലേ? PR ആണ് ഇനാക്റ്റീവ് ഫോം, പക്ഷെ PR ആണ് സ്റ്റേബിള്. PFR ആയിട്ട് മാറും എപ്പോ? റെഡ് ലൈറ്റ് കിട്ടുമ്പോൾ. എന്നിട്ട് അവരെന്ത് ചെയ്യും? നമ്മളിപ്പോ പഠിച്ചത് റെഡ് ലൈറ്റ് കിട്ടുമ്പോൾ അവര് PFR ആയിട്ട് മാറും. ഫാർ റെഡ് ലൈറ്റ് കിട്ടുന്ന സമയത്ത് അവര് PR ആയിട്ട് മാറും. ഈ PFR നമുക്ക് എന്താ പറയാ, സംഗതി ലെസ് സ്റ്റേബിൾ ആണ്, പക്ഷെ അതാണ് ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. PR ഫോം വളരെയധികം സ്റ്റേബിൾ ആണ്, പക്ഷെ ആക്റ്റീവ് ഒന്നുമല്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, വായിച്ചിട്ട് ആൻസർ ചെയ്യുക. തെറ്റിക്കോട്ടെ, ആൻസർ ചെയ്യുക. ആൻസർ ശരിയാണ്. നമുക്കിപ്പോ ഗ്രാഫായി ചോദിച്ചാൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്, സിമ്പിൾ ആണ്. എന്താ അവർ ചോദിച്ചിട്ടുള്ളത്? റെഡ് ലൈറ്റ് കൊടുത്ത സമയത്ത് നമ്മൾ ഗ്രാഫ് മാത്രം നോക്കുക. ഗ്രാഫ് നോക്കുന്ന സമയത്ത് റെഡ് ലൈറ്റ് കൊടുത്ത സമയത്ത് നമുക്ക് ജെർമിനേഷൻ പെർസെന്റേജ് അത്യാവശ്യം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? അത് കഴിഞ്ഞ് ഫാർ റെഡ് ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അത് കുത്തനെ അങ്ങ് ഇടിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ റെഡ്, ഫാർ റെഡ്, റെഡ്. അപ്പൊ എൻഡില് റെഡ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സി ജെർമിനേഷൻ നടക്കും. എൻഡില് ഫാർ റെഡ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജെർമിനേഷൻ പെർസെന്റേജ് കുറയും. അപ്പൊ സിമ്പിൾ ആയിട്ട് ആലോചിക്കുമ്പോൾ റെഡ് ലൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ സീഡിന്റെ ജെർമിനേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഫാർ റെഡ് ലൈറ്റ് അതിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ വൈസ് ആണ് ഇനി ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും ആലോചിച്ച് നോക്കിയാൽ എന്താ? റെഡ് ലൈറ്റ് ആണ് എൻഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ജെർമിനേഷൻ കാണിക്കും. ഫാർ റെഡ് ലൈറ്റ് ആണ് എൻഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ജെർമിനേഷൻ കാണിക്കില്ല. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ വലിയ രീതിയിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ അവർ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ലൈഡ് മൂവ് ആവുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വായിച്ചു നോക്കൂ.
വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യന് ഒരു കാര്യം പറയാനുള്ളത്, ഗേറ്റിലെ MSQ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റിന്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയില്ലേ? MSQ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, MCQ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നാറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. MSQ എന്ന് പറഞ്ഞാല് മൾട്ടിപ്പിൾ ഷുവർ ആൻസേഴ്സ് വരും. ഓക്കെ, അതായത് ഒന്നിലധികം ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊരു MSQ ടൈപ്പ് ആണ്, അതായത് ഇതിൽ ഒന്നിലധികം ഉത്തരം ഉണ്ട്. ഓപ്ഷൻസ് വായിക്കുമ്പോൾ 2 എണ്ണോ 3 എണ്ണോ നിങ്ങൾക്ക് കറക്റ്റ് ആയി തോന്നുകയാണെങ്കിൽ ആ 2 എണ്ണം പറയാം. ആ 2 എണ്ണം ആയിരിക്കും ആൻസർ. 2 ഓപ്ഷൻസ് ആണ് ഇതിൽ കറക്റ്റ്. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 3 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഗേറ്റിന്റെ പ്രത്യേകതയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഈ MSQ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യന്റെ പ്രത്യേകത, അത് മൊത്തം അറ്റൻഡ് ചെയ്ത്, അതായത് 2 ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ 2 അറ്റൻഡ് ചെയ്താലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പിന്നെ MCQ എന്ന് പറയുന്നത് നമ്മളെ സാധാ നമ്മൾ CUETക്കും ജാമിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് MCQ. നാറ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം. സോ ഇതൊരു MSQ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് 2 ആൻസേഴ്സ് വരും, 2 സ്റ്റേറ്റ്മെന്റ് ആൻസേഴ്സ് ആയിട്ട് വരുവേ. എന്നാ ശരിക്കും വായിച്ചു നോക്കൂ. കാണുമ്പോ വലിയ ക്വസ്റ്റ്യൻ ആവുന്നതാണ്, സിമ്പിൾ ആണ്. എനിക്ക് ആൻസേഴ്സ് വരുന്നില്ലല്ലോ, ഒരാളാണല്ലോ കമന്റ് ചെയ്തത്. ടഫ് ആണോ ഈ ക്വസ്റ്റ്യൻ? ഗസ് ചെയ്യൂ, കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ. നിങ്ങൾ മെയിൻ എക്സാമിന്റെ OMR അല്ലല്ലോ ചെയ്യുന്നത്. ആൻസർ ചെയ്യൂ. ടൈം അങ്ങനെ പോകുന്നുണ്ട്. ഇത്ര ടൈമേ നിങ്ങൾക്ക് എക്സാമിന് കിട്ടുള്ളൂ. മൾട്ടിപ്പിൾ ആൻസേഴ്സ് ആണെന്നുള്ളതുകൊണ്ടാണ് അത് കമന്റ് ചെയ്യാത്തത്. എനിക്ക് തോന്നുന്നു ഒരു ഷുവർ ഓപ്ഷൻ കമന്റ് ചെയ്യുന്നാല്. ഇത് എന്തായാലും കറക്റ്റ് ആണ് എന്ന് തോന്നുന്നു ഒറ്റൊരു ഓപ്ഷൻ കമന്റ് ചെയ്യും. പറയൂ, സാന്ദ്ര, ശിവാനി, അനുശ്രീ, പറയൂ. നിഹാല, മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറയൂ. നമുക്ക് കിട്ടുന്നുണ്ടോന്ന് അറിയണ്ടേ. ഇങ്ങനെയാണ് ഫോട്ടോബയോളജിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരാൾ കമന്റ് ചെയ്യൂ. നമുക്ക് ഫോട്ടോബയോളജി നല്ല ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ചോദ്യം വരുന്നതാണ്. പക്ഷെ ഇതാരും പറയുന്നത് കാണാനില്ല. ഓക്കെ, അപ്പൊ നിങ്ങക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല. മൈക്ക് ഓൺ ആക്കി പറയാൻ പറഞ്ഞിട്ടില്ലല്ലോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഓക്കെ, ഇത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമ്മള് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ക്ലിയർ ആക്കി തരില്ലേ. ഓക്കെ, അപ്പൊ ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്? സി ജെർമിനേഷന്റെ എക്സ്പെരിമെന്റ് നടത്തി, എന്നിട്ട് ജീനോടൈപ്പ് നോക്കി, എന്നിട്ട് അവര് 2 സിമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഒരു സ്ക്വയർ റൂട്ടോ ടിക്ക് മാർക്കോ എങ്ങനെയോ എന്ത് വേണേലും പറയാം. ടിക്ക് മാർക്ക് ആണെന്ന് കൂട്ടിക്കോളൂ. അങ്ങനത്തെ മാർക്ക് കാണിക്കുകയാണെങ്കിൽ ജെർമിനേഷൻ ഉണ്ട്. ഇൻഡു ആണെങ്കിൽ എന്താണ്, ജെർമിനേഷൻ ഇല്ല. എന്നിട്ട് നമുക്ക് ഒരു ടേബിൾ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ടേബിളിൽ നമുക്ക് എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റും?
വൈൽഡ് ടൈപ്പ് കാണാൻ വേണ്ടി പറ്റും. വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫൈറ്റോക്രോമും ക്രിപ്റ്റോക്രോമും എല്ലാ സംഗതികളും നോർമൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ്. ഓക്കെ, ആ നോർമൽ, അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്ന കൺട്രോൾ പ്ലാന്റിനെയാണ് വൈൽഡ് ലൈഫ് പറഞ്ഞ എപ്പോഴും എടുക്കാറ്. വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എടുക്കാറ്. സോ വൈൽഡ് ടൈപ്പിന്റെ കേസിൽ ഡാർക്ക് എന്നുള്ള ഒരു കണ്ടീഷൻ ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടീഷനിലും നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ജെർമിനേഷൻ കാണാൻ വേണ്ടി പറ്റും, അല്ലേ? നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താ? ക്രൈ1 മ്യൂട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ക്രിപ്റ്റോക്രോം 3 ടൈപ്പ് ഉണ്ട്: ക്രൈ1, ക്രൈ2, ക്രൈ3. അപ്പൊ അതിൽ ക്രൈ1 മ്യൂട്ടന്റ് എന്ന് പറഞ്ഞാല് ക്രൈ1 ഇല്ല. ഓക്കെ, ക്രൈ1 മ്യൂട്ടന്റ് എന്ന് വെച്ചാൽ എല്ലാത്തിന്റെ മ്യൂട്ടന്റ് എന്ന് അവര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക, ആ സാധനം അതിന്റെ ഉള്ളിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെ മ്യൂട്ടന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്രൈ1 മ്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ ക്രൈ1 ആ പ്ലാന്റിൽ ഇല്ല. അപ്പൊ ക്രൈ1 ആ പ്ലാന്റിൽ ഇല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് റെസ്പോൺസ് അവർ കാണിക്കുമോ? കാരണം ക്രിപ്റ്റോക്രോമിന്റെ റെസ്പോൺസ് എന്താ? ബ്ലൂ ലൈറ്റ് റെസ്പോൺസ് ആണ്. അപ്പോ ക്രൈ1 മ്യൂട്ടന്റ് ആണെങ്കിൽ അവര് എന്ത് കാണിക്കില്ല? ബ്ലൂ ലൈറ്റ് റെസ്പോണ്ട് കാണിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇൻഡു ഇട്ടിട്ടുള്ളത്. ഓക്കെ, അവിടെ ബ്ലൂ ലൈറ്റ് പെർസീവ് ചെയ്യാൻ ക്രിപ്റ്റോക്രോം ഇല്ല. സോ എന്ത് പറയുന്നു? ക്രൈ1 മ്യൂട്ടന്റ് ആണെന്ന് പറയുന്നു. ബാക്കി എല്ലാ, അതായത് റെഡ്, ഫാർ റെഡ്, വൈറ്റ് കേസിൽ അവർ ജെർമിനേറ്റ് ചെയ്യുന്നു, ഡാർക്കിൽ ജെർമിനേറ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് അറിയാം ഡാർക്ക് ഒരിക്കലും ജെർമിനേഷനെ ഫേവർ ചെയ്യില്ല. ജെർമിനേറ്റ് ചെയ്യാൻ ആക്റ്റീവ് ആയിട്ടുള്ള ക്രിപ്റ്റോക്രോമോ ഫൈറ്റോക്രോമോ വേണം. അപ്പൊ അതിന് ആര് വേണം? ലൈറ്റ് വേണം. കാരണം ഇവരൊക്കെ എന്താ? ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. ഇവർക്കൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിലേ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ ഡാർക്ക് എന്നുള്ള കണ്ടീഷൻ വന്നാല് ജെർമിനേറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് കേസുകൾ 5A 5B മ്യൂട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ 5A 5B മ്യൂട്ടന്റ് നോക്കുന്ന സമയത്ത് 5Aയുടെ കേസ് നോക്കൂ. ഫാർ റെഡ് അടിക്കുന്ന സമയത്ത്, അതായത് 5A മ്യൂട്ടന്റിൽ, അതായത് ആ പ്ലാന്റിൽ 5A ഇല്ല, ആ കേസിൽ നമ്മൾ ഫാർ റെഡ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജെർമിനേഷൻ കാണിക്കുന്നില്ല. ഓക്കെ, അതേസമയം 5B ആണ്, 5Bന്റെ കേസിൽ റെഡ് ലൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? 5B അവിടെ ഇല്ലാത്തത് കൊണ്ട് റെഡ് ലൈറ്റ് നമ്മൾ കൊടുത്താലും ജെർമിനേഷൻ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ടേബിൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക. അതേസമയം VP1 മ്യൂട്ടന്റ്, അതായത് VP1 എന്നുള്ളൊരു പ്രോട്ടീൻ ഇല്ലാത്ത കേസിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? എല്ലാ കേസിലും ജെർമിനേഷൻ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ ടേബിളിനെ അനലൈസ് ചെയ്യാം. ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഈ 4ാമത്തെ ഓപ്ഷൻ നോക്കൂ. ദ VP1 പ്രോട്ടീൻ ഈസ് അൺലൈക്ലി ടു ബി ഇൻവോൾവ്ഡ് ഇൻ ലൈറ്റ് പെർസെപ്ഷൻ. അതായത് ഈ VP1 എന്നുള്ള മ്യൂട്ടന്റ്, അതായത് VP1 ഇല്ലാത്ത ചെടിയിൽ എല്ലാ കേസിലും ജെർമിനേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ VP1ന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം VP1 മ്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ VP1 ഇല്ലാത്ത ഒരു ചെടി. VP1 ഇല്ലാത്തൊരു ചെടിയിൽ ബ്ലൂ ലൈറ്റ് കൊടുക്കുമ്പോഴും റെഡ്, ഫാർ റെഡ്, വൈറ്റ്, ഡാർക്ക് കൊടുക്കുമ്പോഴും നമുക്ക് ജെർമിനേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ VP1 ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? ജെർമിനേഷൻ നടക്കില്ല എന്നാണ്. കാരണം VP1 മ്യൂട്ടന്റിന്റെ കേസിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ലൈറ്റ് പെർസെപ്ഷൻ ഇല്ലാതെ തന്നെ ജെർമിനേഷൻ കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ലൈറ്റ് പെർസെപ്ഷൻ അതിനവിടെ ബാധിക്കുന്നില്ല. VP1 ഇല്ലെങ്കിൽ ജെർമിനേഷൻ എല്ലാത്തിലും നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി A ഓപ്ഷൻ നോക്കൂ. All 3 light quantities, blue, red, far red, are required for seed germination. ഈ 3 എണ്ണം ഉണ്ടെങ്കിലേ സീഡ് ജെർമിനേഷൻ നടക്കുള്ളൂ നമ്മൾ പറയുന്നുണ്ടോ? കാരണം ഇവിടെ 2ാമത്തെ കേസിൽ നമുക്ക് ബ്ലൂ ലൈറ്റ് ഇല്ല. അത് വെച്ചിട്ട് റെഡ്, ഫാർ റെഡ്, വൈറ്റിൽ എന്ത് നടക്കുന്നുണ്ട്? സീഡ് ജെർമിനേഷൻ നടക്കുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മൾ ഈ പറയുന്ന ബ്ലൂ, റെഡ്, ഫാർ റെഡ് ലൈറ്റുകൾ കമ്പൈൻഡ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ ജെർമിനേറ്റ് ചെയ്യുന്നുള്ളൂ നമ്മൾ എവിടെയും പറയുന്നില്ല. കാരണം നമ്മൾ 5A മ്യൂട്ടന്റിൽ നോക്കുന്ന സമയത്ത് ഫാർ റെഡ് ഇല്ല. അത് വെച്ചിട്ട് അവിടെ ജെർമിനേഷൻ നടക്കാതിരിക്കുന്നുണ്ടോ? ബ്ലൂവും റെഡും ഉണ്ടെങ്കിൽ ജെർമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ബ്ലൂ, റെഡ്, ഫാർ റെഡ് ലൈറ്റിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇത് നടക്കുന്നുണ്ട്, ജെർമിനേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് B and D ആണ്. ഇനി C ഓപ്ഷൻ നോക്കുന്ന സമയത്ത് the CRY1 and 5A 5B proteins required for blue, red and far red perception respectively. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ 5Aന്റെ കേസിൽ ഫാർ റെഡിലല്ലേ ജെർമിനേഷൻ കണ്ടത്, റെഡിലല്ലല്ലോ. ജെർമിനേഷൻ ഇല്ലാതെ പോയത് ഫാർ റെഡിലാണ്. വിച്ച് മീൻസ് 5A ഉള്ള ഒരു പ്ലാന്റില് ഫാർ റെഡ് കിട്ടിയാല് ജെർമിനേഷൻ വേഗം കാണാൻ വേണ്ടി പറ്റും. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
ഇവരിവിടെ പറഞ്ഞപ്പോ ചെറുതായിട്ട് ഓർഡർ ഒന്ന് തെറ്റി. റെഡ് ഫാർ റെഡ് എന്നാണ് പറഞ്ഞത്. ഫാർ റെഡ് എന്നാണെങ്കിൽ കറക്റ്റ് ആവുമായിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പറഞ്ഞത്? ഫൈറ്റോക്രോമിന്റെ ക്രിപ്റ്റോക്രോമിന്റെ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ നോക്കിയ സമയത്ത് വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ നോർമൽ പ്ലാന്റില് ഡാർക്ക് ഒഴിച്ച എല്ലാ കണ്ടീഷനിലും നമ്മൾ ജെർമിനേഷൻ കണ്ടു. ക്രൈവൺ എന്ന് പറയുന്നത് എന്താണ്? ക്രിപ്റ്റോക്രോമിന്റെ മ്യൂട്ടന്റ് ആണ്. അപ്പൊ ക്രിപ്റ്റോക്രോം ഇല്ലാത്തപ്പോ ബ്ലൂ ലൈറ്റ് എത്ര അടിച്ചിട്ടും കാര്യമില്ല. എന്താണ്? ക്രിപ്റ്റോക്രോം ഇല്ല. അപ്പൊ അത് വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് ബ്ലൂ ലൈറ്റില് അതെന്താണ്? ഇൻഡു ആണ്, അതായത് അവിടെ ഒരു ജെർമിനേഷൻ ഇല്ല. ബാക്കി റെഡ് ഫാർ റെഡ് വൈറ്റിൽ അത് കാണിക്കുന്നുണ്ട്. അതായത് ബ്ലൂ ലൈറ്റ് ഇല്ലെങ്കിലും റെഡ് ഫാർ റെഡ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ 3 ലൈറ്റും വേണമെന്നില്ല. ഏതെങ്കിലും ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജെർമിനേഷൻ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഈ VP1 കേസിൽ എന്താ? VP1 കേസിൽ എല്ലാത്തിനും ടിക്ക് മാർക്കാണ്. അതായത് VP1 മ്യൂട്ടന്റിന്റെ കേസിൽ എല്ലാം ടിക്ക് മാർക്ക് മീൻസ് VP1 മ്യൂട്ടന്റിന്, അതായത് VP1 ഇല്ലാത്തപ്പോഴാണ് അവിടെ മൊത്തം ടിക്ക് മാർക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്താ? അത് നമ്മളെ ഈ ജെർമിനേഷനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറച്ചൊരു ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ, പക്ഷെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ടൈം എടുക്കും. നിങ്ങൾ ഫോട്ടോബയോളജിയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ഥിരം ചോദ്യമാണ്. ABC മോഡ് ഓഫ് ഫ്ലവറിങ്ങും അതിന്റെ മ്യൂട്ടേഷനും പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകണ്ട കേട്ടോ. സ്ഥിരം ചോദ്യം. ഇതൊരു ഫ്ലോ ചാർട്ട് ആണ്, അപ്പൊ ശരിക്കും നോക്കുക. മ്യൂട്ടേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് A ക്ലാസ് ഇല്ലെങ്കിൽ, B ക്ലാസ് ഇല്ലെങ്കിൽ, C ക്ലാസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, ആൻസർ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് ഒന്നുകൂടെ പറയാം. ABC മോഡൽ ഓഫ് ഫ്ലവറിങ്, അതിന്റെ മ്യൂട്ടേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തവണ ഒരു ചോദ്യം ചോദിക്കൂ കേട്ടോ. ആൻസേഴ്സ് വരട്ടെ. ഓക്കെ, കുറച്ച് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം പോകുന്നതുകൊണ്ട് പറയാണ്. ഓപ്ഷൻ B ആണ് അല്ലേ? D ചെറിയതായിട്ടൊരു തെറ്റ് പറ്റിയതാണ്. നമ്മൾ ABC മോഡൽ എങ്ങനെയാ പറയാറ്? നമുക്ക് 3 ക്ലാസ് ജീനുണ്ട് ഫ്ലവറിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്. അപ്പൊ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞത് A ക്ലാസ് മ്യൂട്ടന്റ് എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ A ക്ലാസ് ഒറ്റയ്ക്കാകുമ്പോ എന്താണ്? B ക്ലാസ് ഒറ്റയ്ക്കാകുമ്പോ എന്താണ്? C ക്ലാസ് ഒറ്റയ്ക്കാകുമ്പോ എന്താണ്? A ക്ലാസ് ഒറ്റയ്ക്കാകുമ്പോ സെപ്പല് അല്ലെ? A+B ആവുമ്പോ വെറ്റല്, B+C ആവുമ്പോ സ്റ്റേമൻ, ആൻഡ് C ഓൺലി കാർപ്പല്. അപ്പൊ നമുക്ക് ഇവിടെ തന്നത് എന്താ? A ക്ലാസ് മ്യൂട്ടന്റ്, അതായത് A ക്ലാസ് ഇല്ല. A ക്ലാസ് ഇല്ലെങ്കിൽ എയുടെ സീറ്റിൽ ആര് കയറിയിരിക്കും? C കയറിയിരിക്കും അല്ലെ? അപ്പോ ആദ്യം സിന്റെ പ്രോഡക്റ്റ് എന്താ? കാർപ്പല് അല്ലെ? പിന്നെ ബിയും സിയും ചേർന്ന പ്രോഡക്റ്റ് സ്റ്റേമന്, പിന്നെയും ബിയും സിയും ചേർന്ന പ്രോഡക്റ്റ് സ്റ്റേമന്, പിന്നെ അഗെയിൻ കാർപ്പല്. അപ്പൊ പി എന്താണ്? 3 ആണ്. അപ്പൊ നമുക്ക് ബാക്കി 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ Q എന്താണ്? 1 ആണ്. Q എന്ന് പറയുന്നത് എന്താ? B ക്ലാസ് മ്യൂട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ B ക്ലാസ്സിന് മ്യൂട്ടേഷൻ നടന്നാലും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? വലിയ എഫക്റ്റ് ഒന്നും ഇല്ല. കാരണം B ക്ലാസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. കാരണം അവിടെ വേറെ കയറിയിരിക്കാൻ ആരും ഇല്ല. സോ എന്ത് സംഭവിക്കും? B ക്ലാസ് ഇല്ലെങ്കിൽ A ക്ലാസ് എന്തൊക്കെയാ പ്രൊഡ്യൂസ് ചെയ്യും? അത് A ക്ലാസ് പ്രൊഡ്യൂസ് ചെയ്യും. C ക്ലാസ് കറസ്പോണ്ടിങ് ആയി പ്രൊഡ്യൂസ് ചെയ്യുന്നത് C ക്ലാസും പ്രൊഡ്യൂസ് ചെയ്യും. സോ സെപ്പൽ കാർപ്പൽ. ഇങ്ങനെയാണ് B ക്ലാസ് മ്യൂട്ടന്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് തേർഡ് വൺ ഈസ് C ക്ലാസ് മ്യൂട്ടന്റ്. ഓക്കെ, C ക്ലാസ് മ്യൂട്ടന്റിന്റെ കേസിൽ C ക്ലാസ് മ്യൂട്ടേറ്റഡ് ആയാൽ അവിടെ A ക്ലാസ് ആണ് വരിക അല്ലേ? കാരണം എയും സിയും പരസ്പരം ശത്രുക്കളാണ്.
എ പോയാൽ സി വരും, സി പോയാൽ എ വരും. അപ്പൊ ഇവിടെ സി ആണ് പോയിട്ടുള്ളത്, അപ്പൊ എ വരും. അപ്പൊ എ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് കിട്ടും? സെപ്പല് കിട്ടും അല്ലെ. പിന്നെ എയും ബിയും ചേർന്ന സാധനം പെറ്റല് കിട്ടും. പിന്നെയും നമുക്ക് എയും ബിയും ചേർന്ന സാധനം പെറ്റല് കിട്ടും. ആൻഡ് ഫൈനലി പിന്നെയും എ ചേർന്ന് എ മാത്രമുള്ള സാധനം സെപ്പല് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കുക. നമ്മൾ അന്ന് വരച്ച പോലൊരു ഡയഗ്രം ഇല്ലേ, എ എങ്ങനെയാണ് വരിക, സോറി, എ എങ്ങനെയാണ് വരിക, ബി എങ്ങനെയാണ് വരിക, പിന്നെ സി എങ്ങനെയാണ് വരിക. ഓക്കെ, ഞാൻ വരച്ചത് ഇപ്പൊ വരച്ചിട്ട് ശരിയാവുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല പിക്ചർ. നമ്മളിപ്പോ ഈ കാണിച്ച ഈ ഒരു ഡയഗ്രം, ഓക്കെ, ഇതുപോലെ ഒന്ന് വരച്ചോർത്ത് വെക്കാം. ഇനി ഇവര് നമ്മുടെ ഫ്ലവറിങ്ങിന് മറ്റൊരു രീതിയിൽ ചോദിച്ചത് നോക്കൂ. അതായത് ഈ ഒരു ABC മോഡൽ വേറെ രീതിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വായിച്ചിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. ഇതിന് വലിയൊരു ഇതൊന്നും വേണ്ട. ഞാനിപ്പോ ആൻസർ ഇപ്പൊ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ആരോ മാർക്ക് മാത്രം നോക്കിയിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഇവര് വെറുതെ പേടിപ്പിക്കാൻ ചിത്രം കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അറിയുന്ന സാധനമാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ ഗേറ്റ് ആണ്. ആൻസേഴ്സ് വരട്ടെ. നമുക്കൊരു 4-5 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഈ ഫോട്ടോബയോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പാറ്റേൺ ആണ്. അപ്പൊ നമുക്ക് ഓരോരോ പാറ്റേൺസ് നോക്കി പോവാനാണ്. ശരിക്കും നോക്കിയിട്ട് വളരെ സിമ്പിൾ ആണ്. ഇവർ ഈ ചിത്രമൊക്കെ തന്ന് പേടിപ്പിക്കുന്നേ. ഓക്കെ, വെരി ഗുഡ്. ആൻസർ സി ആണ് അല്ലെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താ, എ ഇൻഹിബിറ്റ് ചെയ്താൽ, അതായത് എ സിനെ ഇൻഹിബിറ്റ് ചെയ്യും, സി എനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ടല്ലേ സി ഇല്ലാത്തപ്പോ എ അവിടെ കയറിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ മ്യൂച്വലി അവർ ആരഗോണിസ്റ്റിക് ആന്ന് പറഞ്ഞില്ലേ. ഇവർ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ, ഡയഗ്രം ABC മോഡലിനെയാണ് കാണിക്കുന്നത്. അതിലെന്താ അരാബിഡോപ്സിലുള്ള ABC മോഡൽ. ഓക്കെ, ഏത് ചെടി ആയിക്കോട്ടെ ABC മോഡലാണ് കാണിക്കുന്നത്. അപ്പൊ ഇവരെന്താ പറയുന്നത്, എ ക്ലാസ് ജീൻസിന് ഫസ്റ്റ് വേൾഡിലും സെക്കൻഡ് വേൾഡിലും റോൾ ഉണ്ട് ഇല്ലേ. കാരണം എ ക്ലാസ് ഇൻഡിവിജ്വലി നമുക്ക് എന്ത് തരുന്നുണ്ട്, സെപ്പല് തരുന്നുണ്ട്. എയും ബിയും ചേർന്നിട്ടാണ് നമുക്ക് പെറ്റല് തരുന്നത്. അപ്പൊ എ ക്ലാസ്സിന് 2 വേൾഡിൽ റോൾ ഉണ്ട്, ബി ക്ലാസ്സിന് സെക്കൻഡിലും തേർഡ് വേൾഡിലും റോൾ ഉണ്ട്. കാരണം ബി ക്ലാസ്സും ഒറ്റയ്ക്കാണെങ്കിൽ, അതായത് ബി എന്റെ ഒപ്പാണെങ്കിൽ പെറ്റലും ബി സിന്റെ ഒപ്പാണെങ്കിൽ സ്റ്റേമനും തരും. സി ക്ലാസ്സിനും അതെ, സ്റ്റേമനും റോൾ ഉണ്ട്, ഒറ്റയ്ക്കാണെങ്കിൽ കാർപ്പില് പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ ഇവര് തന്നിട്ടുണ്ട്, എയും സിയും റിമൂവ് ചെയ്ത് എന്താ നടക്കുക എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഐഡിയന്റെ ബേസിൽ സൈഡിൽ കൊടുത്തിട്ടുള്ള ആരോ മാർക്കുമായിട്ട് അല്ലെങ്കിൽ ബാറുമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഐ മീൻ ഈ റിലേഷനിൽ ഏത് റിലേഷൻ ആണ് കറക്റ്റ് എന്നാ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താ, എയും സിയും മ്യൂച്വലി ആന്റഗോണിസ്റ്റിക് ആണ്. ആ ഒരു ഐഡിയ മതി. നോക്കൂ, എത്ര വലിയ ക്വസ്റ്റ്യനാ. MCQല് 2 മാർക്സ് ക്വസ്റ്റ്യനിൽ വന്ന ചോദ്യമാണിത്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇത് ആൻസർ ചെയ്ത് നവീന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ തന്നെ ചിന്തിക്കാം എക്സാമിനെ. ഓക്കെ, അപ്പൊ ഞാൻ ABC മോഡൽ ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതാ പിന്നെ ഇതാ ABC മോഡൽ. കാരണം ഇതിന്ന് ABC മോഡലിനെ ചോദ്യം ഉള്ളൂ. ഫോട്ടോബയോളജിന്റെ മെയിൻ ABC മോഡലാണ്. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇതിപ്പോ ഇനി നിങ്ങൾക്ക് വേഗം കിട്ടുവേ. അപ്പൊ വരച്ച് നോക്കുക. ഈ ഒരു മ്യൂട്ടേഷന്റെ കേസ് ഏത് ക്ലാസ് ഓഫ് ജീന്റെ മ്യൂട്ടേഷൻ ആണെന്നാ ചോദിച്ചത്. വളരെ സിമ്പിൾ ആണ്, വേഗം ആൻസർ ചെയ്യൂ. അതെ, ബി മ്യൂട്ടന്റ് ആണല്ലേ. കാരണം എന്താ, സെപ്പൽ കാർപ്പൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ എന്താ നമ്മളെ ബി ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ പെറ്റലും സ്റ്റേമനും വന്നേനെ.
ബി ഇല്ല, അതുകൊണ്ട് എന്താണ് സെപ്പൽ സെപ്പൽ കാർപ്പൽ കാർപ്പൽ. അപ്പോ എന്തായാലും ABC മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻ വിട്ട് കളയരുതേ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ, ഫൈറ്റോക്രോം എന്ന്. നമുക്കൊരു 4 ചോദ്യമേ ഉള്ളൂ. അതെ, ഇതിന്റെ ആൻസർ ആണല്ലേ. കാരണം എന്താ, ഇറ്റ്വലേറ്റഡ് സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എന്താ അതിന്റെ അർത്ഥം? ഇറ്റ്വലേറ്റഡ് എന്ന് പറഞ്ഞാല് ലൈറ്റ് ഇല്ലാതെ, അതായത് ലോ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ വളരുന്ന പ്ലാന്റ്സ്, അതിനെയാണ് നമ്മൾ ഇറ്റ്വലേറ്റഡ് സീഡ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കേസിൽ ഫൈറ്റോക്രോം എന്തായിരിക്കും, അബണ്ടന്റ് ആയിരിക്കും. കാരണം അവർക്ക് ലൈറ്റോ കിട്ടുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, മാക്സിമം ലൈറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോ റിസപ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഫൈറ്റോക്രോം പോലത്തെ പിഗ്മെന്റ്സിനെ, സോറി പിഗ്മെന്റ്സ് അല്ല, ഫൈറ്റോക്രോം പോലത്തെ ഫോട്ടോ റിസപ്റ്റേഴ്സിന്റെ എമൗണ്ട് കൂട്ടും. അതുകൊണ്ട് എന്താണ്, അസേർഷൻ കറക്റ്റ് ആണ്. അപ്പൊ അതിനുള്ള റീസൺ എന്താണ്, ബയോകെമിക്കൽ സ്റ്റഡീസ് ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട് ഓൺ ഫൈറ്റോക്രോം പ്യൂരിഫൈഡ് ഫ്രം നോൺ ഗ്രീൻ ടിഷ്യൂസ് അല്ലെ. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ ഈ ഫൈറ്റോക്രോമിനെ കളക്ട് ചെയ്യുന്നത് നോൺ ഗ്രീൻ ടിഷ്യൂസ് എന്നാണ്. ഈ നോൺ ഗ്രീൻ ടിഷ്യൂസ് അല്ലെങ്കിൽ പെയിൽ കളേർഡ് ടിഷ്യൂസ് ആണ് ആരുടെ പ്രത്യേകത, ഇറ്റ്വലേറ്റഡ് സീഡ്ലിങ്സിന്റെ. സോ ഒന്നും പറയില്ല, എന്താണ് ഇറ്റ്വലേറ്റഡ് സീഡ്ലിങ്സ് എന്ന് പറയുന്നത്, എന്താ നമ്മളെ ലോ ലൈറ്റ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതെ ലോ ലൈറ്റ് ഇന്റൻസിറ്റി, ലൈറ്റ് കുറവുള്ള കണ്ടീഷനിൽ വളരുന്ന ചെടികളാണ്. അപ്പൊ ഈ ലോ ലൈറ്റ് ഇന്റൻസിറ്റി ആയതുകൊണ്ട് അവർ മാക്സിമം ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫോട്ടോ റിസപ്റ്റേഴ്സിന്റെ നമ്പർ കൂട്ടും അല്ലെ. അപ്പൊ അതുകൊണ്ട് അസേർഷൻ എന്താണ്, കറക്റ്റ് ആണ്. ഫൈറ്റോക്രോം ഇസ് എ മോസ്റ്റ് അബണ്ടന്റ് ഇൻ ഇറ്റ്വലേറ്റഡ് സീഡ്ലിങ്സ്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ബയോകെമിക്കൽ സ്റ്റഡീസിന്റെ കേസിൽ ഫൈറ്റോക്രോം പ്യൂരിഫൈ ചെയ്യുന്നത് എവിടുന്ന, നോൺ ഗ്രീൻ ടിഷ്യൂസ് എന്നാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തമ്മിൽ കണക്ഷൻ ഉണ്ട്. കാരണം നോൺ ഗ്രീൻ ടിഷ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്വലേറ്റഡ് സീഡ്ലിംഗിൽ നിന്ന് ഉണ്ടായി വരുന്ന പ്ലാന്റ്സിനെയാണ്. ഓക്കെ, സിംപിളി എന്താണ് ഇറ്റ്വലേഷൻ എന്നും ഡീറ്റ്വലേഷൻ എന്നും ഓർത്ത് വെക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഒരു 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. വേറെ ആൻസേഴ്സ് പറയൂ, ആൻസേഴ്സ് പറയൂ. വെർണലൈസേഷൻ ക്വസ്റ്റ്യൻസ് ഇപ്പൊ അടുത്തായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വേറെ ആൻസേഴ്സ് ഇല്ലേ? 3 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ എന്താ, ഈ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബൈനിയൽസ് പെരിനിയൽസ് എന്താന്ന് അറിയില്ലേ, വർഷത്തിൽ ഒരു വട്ടം പൂവിടുന്നവര് അല്ലെങ്കിൽ ഒന്നിലധികം തവണ പൂവിടുന്നവര്, അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വെർണലൈസേഷന്റെ എഫക്റ്റ് ഉണ്ട് ഇല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ അവരെ ബൈനിയൽ പെരിനിയൽ എന്ന് പറയുന്നതിന് പകരം നമ്മൾ വേറെ രണ്ട് സീസൺ ആക്കിയിട്ടാണ് പഠിച്ചത്, വിന്റർ ആനുവൽസും സമ്മർ ആനുവൽസും അല്ലെ. അപ്പൊ ഇവിടെ ബൈനിയൽ പെരിനിയൽ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. കാരണം 2 സീസണിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ 2 സീസൺ, ഒരു സീസണിൽ വെജിറ്റേറ്റീവ് ഫേസും മറ്റൊരു സീസണിൽ റീപ്രൊഡക്റ്റീവ് ഫേസും കാണിക്കുന്ന ഒരു പ്ലാന്റിൽ ലോ ടെമ്പറേച്ചർ കൊടുത്താൽ നമുക്ക് വെർണലൈസേഷൻ എന്നുള്ള എഫക്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വെർണലൈസേഷൻ elongates vegetative period and induces plant to flower earlier. വെജിറ്റേറ്റീവ് ഫേസിനെ ഇൻഡ്യൂസ് ചെയ്യല്ല, അല്ലെങ്കിൽ അതിനെ ഇലോങ്ങേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, അതിനെ ഷോർട്ടൺ ചെയ്തിട്ട് ഫ്ലവറിങ്ങിനെ മാക്സിമം വേഗം ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആ വെർണലൈസേഷൻ ഇലോങ്ങേറ്റ്സ് എന്നുള്ളതാണ് തെറ്റിയത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിപ്റ്റോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടുന്നുണ്ടോ? കുറച്ച് ടഫാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബ്ലൂ ലൈറ്റിന്റെ ഇഫക്റ്റ് എന്തൊക്കെയാണ് അല്ലെ. ബ്ലൂ ലൈറ്റിന്റെ ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന്, അസിമെട്രിക് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു.
ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെം ഇലോങ്ങേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റെം ഇലോങ്ങേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. തേർഡ് വണ് സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഡീആക്ടിവേറ്റ് പ്രോട്ടോൺ പമ്പിങ്, സ്റ്റിമുലേറ്റ് ബെൻഡിങ് ഓഫ് സ്റ്റെം. അപ്പൊ നമുക്കിതിൽ ഏറ്റവും ഷുവർ ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അല്ലേ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങിന് കാരണമാവുന്നത് ബ്ലൂ ലൈറ്റ് ആണ് അല്ലെങ്കിൽ ക്രിപ്റ്റോക്രോം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതോടെ അത് നമുക്ക് സി വരുന്ന ഓപ്ഷൻസിനെ സോർട്ട് ചെയ്യാം. അപ്പൊ ഡി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എ ബി സി അല്ലെങ്കിൽ 1 2 3 എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്കുള്ളത്. നെക്സ്റ്റ് ആലോചിക്കേണ്ടത്, ബ്ലൂ ലൈറ്റ് സ്റ്റെം ഇലോങ്ങേഷനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലൂ ലൈറ്റ് എപ്പോഴും സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ബ്ലൂ ലൈറ്റിന്റെ ഒരു ക്യാരക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് ഞാനത് സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ഈ PPT തരുമ്പോൾ അത് ആഡ് ചെയ്തിട്ട് തരാം. ബ്ലൂ ലൈറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, റെഡ് ലൈറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത് കേട്ടോ. അപ്പോൾ ബ്ലൂ ലൈറ്റിന്റെ ഒരു ഫീച്ചർ ആണെന്ന് ആലോചിച്ച് നോക്കി, എന്താണ്? സ്റ്റെം ഇലോങ്ങേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെം ഇലോങ്ങേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് 1 or 3 എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ചുരുങ്ങി അല്ലേ? കാരണം രണ്ടാമത്തെ ഓപ്ഷനിൽ ബി ഇല്ല, സോ ബി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അറിയേണ്ടത് 1 3 തമ്മിലുള്ള ഓപ്ഷന്റെ വ്യത്യാസം എന്താ? ഈ ഓപ്ഷൻ ആണ് അല്ലെ? അപ്പൊ ഈ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ബ്ലൂ ലൈറ്റ് സ്റ്റെമ്മിന്റെ ബെൻഡിങ്ങിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അതൊരു ഫീച്ചർ ആണ്, ബ്ലൂ ലൈറ്റ് ഫീച്ചർ ആണ്. എന്തിന് കാരണമാവുന്നുണ്ട്? ബെൻഡിങ്ങിന് കാരണമാവുന്നുണ്ട്. സോ എ ബി സി ഇ ആണ് ആൻസർ. തേർഡ് ഓപ്ഷൻ ആണ് വരുന്നത്. ഞാൻ ഇതിന്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതെന്താ ആൻസർ വരുന്നത്? അതെ, വെർണലൈസേഷൻ ആണ് അല്ലേ? നമ്മൾ കോൾഡ് ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന വെർണലൈസേഷൻ എന്നുള്ള പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിനെ ഏർലിയർ ആക്കിയിട്ട് സീഡ്ലിംഗ് സ്റ്റേജ് ഒക്കെ വേഗം ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫോട്ടോ ബയോളജിയിൽ എടുത്തിട്ടുള്ളത്. ഫോട്ടോ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ട്രിക്കി ആണ്, എന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ്. പ്ലാന്റ് ബയോളജി കുറച്ചുകൂടെ വൈഡ് ആണ്. അപ്പൊ നമ്മള് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിത് ഷെയർ ചെയ്യാം. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.